പ്രൈസ് ദി ലോർഡ്. ഈശോ നമ്മൾ ഓരോരുത്തരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. ഏകദേശം 2 കൂടുതൽ മാസത്തോളം വചനപ്രഘോഷത്തിന് എനിക്ക് സാധിച്ചില്ല. പലതരത്തിലുള്ള ശാരീരിക പീഡകളും അതിനോടൊപ്പം ചേർന്നുകൊണ്ട് പല മാനസിക പീഡകളും എന്നെ വേട്ടയാടിയിരുന്നു. ദൈവം വീണ്ടും വചനത്തിനക്കീഴായിട്ട് വചനം നൽകുന്നതിന് വേണ്ടിയിട്ട് കർത്താവ് എന്നോട് ആവശ്യപ്പെട്ടു. ദൈവം വീണ്ടും ദൈവത്തിൻ്റെ വചനമായിട്ട് കടന്നു വരാൻ പറഞ്ഞ നിമിഷത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിലെ 21-ാം തിരുവചനം വായിക്കാം. വചനത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. നിങ്ങളുടെ ഹൃദയം കർത്താവ് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാകാൻ കഴിയില്ല. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാകുക സാധ്യമല്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം. നമ്മുടെ ഹൃദയം എപ്പോഴും നമ്മുടെ നിക്ഷേപങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നിടത്തായിരിക്കും. അതിനാൽ നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സും എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? അല്പസമയം നമുക്ക് വിശ്രമം കിട്ടിയാൽ നമ്മുടെ ചിന്ത എവിടേക്കാണ് ഓടിപ്പോകുന്നത്? പണത്തെക്കുറിച്ച്, സെക്സിനെ കുറിച്ച്, ജോലി, ബിസിനസ് എന്നിവയെക്കുറിച്ചാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കേണ്ട സമ്പത്ത് അവ തന്നെയാണ്. എപ്പോഴും മക്കളെക്കുറിച്ച് ചിന്തിക്കുന്നവർ, ജീവിത പങ്കാളിയെക്കുറിച്ച് ചിന്തിക്കുന്നവർ, അവരുടെ നിക്ഷേപം ദൈവത്തിലല്ല, ദൈവരാജ്യത്തിലല്ല. സദാസമയവും സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് മാത്രം വിചാരപ്പെടുന്നവരുടെ ആശ്രയം തങ്ങളിൽ തന്നെയാണ്. ചുരുക്കത്തിൽ എപ്പോഴും മനസ്സ് ദൈവത്തിലേക്ക് പറന്നു പോകുന്ന അവസ്ഥയാണ് സമർപ്പിത അവസ്ഥ, അല്ലെങ്കിൽ പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുത്തിട്ടുള്ള അവസ്ഥ. ദൈവത്തിന് പകരം മറ്റെവിടെയാണോ നമ്മുടെ മനസ്സെപ്പോഴും ചേക്കേറുന്നത്, അതാണ് നാം ഉപേക്ഷിക്കേണ്ട നമുക്കുള്ളത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. അതുപോലെ ദൈവത്തെക്കുറിച്ചതിനേക്കാൾ കൂടുതലായി തങ്ങൾ ചെയ്യുന്ന ദൈവ ശുശ്രൂഷയെക്കുറിച്ച് ചിന്തിക്കുകയും ബാർബേഡും ചെയ്യുന്ന വ്യക്തികളും സമർപ്പിതരല്ല. നമ്മുടെ മനസ്സ് എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവത്തിലായിരിക്കണം. അതിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിക്കുന്നതെല്ലാം നാം കൈവിടണം. എന്തെല്ലാം കാര്യങ്ങൾ നമുക്കുണ്ടോ അതെല്ലാം നാം തീർത്തും അവഗണിക്കണം. അപ്പോൾ വലിയ സന്തോഷവും ആത്മീയ ശക്തിയും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ദൈവം ഉള്ളതിനാൽ അവിടുന്ന് എല്ലാ മേഖലയിലും കൈപിടിച്ച് നടത്തുന്ന അനുഭവം നമുക്കുണ്ടാവുകയും ചെയ്യും. പ്രിയമുള്ളവർ, ഇന്ന് ബാഹ്യമായി പലതും ഉപേക്ഷിച്ചിട്ടും മനസ്സിൽ നിന്നും അവ ഉപേക്ഷിക്കാതെ സൂക്ഷിക്കുന്നതിനാൽ അനേകരുടെ ജീവിതത്തിലും സമർപ്പണത്തിലൂടെ ലഭിക്കുന്ന ആനന്ദം ലഭിക്കുന്നില്ല. ദൈവത്തിനായി അർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം വിരസവും ദുർബലവുമായി അവർക്ക് അനുഭവപ്പെടുന്നു. കാരണം എന്താ? ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ മനസ്സ് താലോലിക്കുന്ന എല്ലാത്തിലും കർത്താവ് കത്തിവെക്കും. പല സാഹചര്യത്തിലും പല സഹനത്തിലും ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ: നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് ഉയർത്തുക, അവിടുത്തെ സാന്നിധ്യം നൽകുന്ന ആനന്ദത്തിനായി കൊതിക്കുക, അതിനായി പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞത്, സങ്കീർത്തനത്തിൽ 16-ാം സങ്കീർത്തനത്തിൽ 12-11 വചനങ്ങള്, 1-2 വചനങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്: ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങിൽ ശരണം വെച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ കർത്താവ്, അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്, അങ്ങയുടെ വലത്ത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ നമ്മുടെ യാത്രയിലുടനീളം നമുക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് വർഷങ്ങളാണ്
അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങളാണ്, ഏതാനും മണിക്കൂറുകളാണ്. നമുക്കാരും തന്നെ, ശാസ്ത്രം എത്രയെല്ലാം വളർന്നാലും നമുക്കാർക്കും തന്നെ എപ്പോഴാണ് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് പോകേണ്ടത് ആർക്കും തിരിച്ചറിയുന്നില്ല. കുറച്ച് വർഷങ്ങളോ കുറച്ച് മണിക്കൂറുകളോ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിരിക്കാം നമുക്ക് ദൈവം ഈ ലോകത്തിൽ തന്നിട്ടുള്ളത്. അവിടെ ഭൗതിക സമ്പത്തിനും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം വിധമായി അല്ലെങ്കിൽ അതിനെ നഷ്ടപ്പെടുത്തുമ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ ഹൃദയം അതിൽ ആയിരിക്കുമ്പോൾ മനസ്സിലാക്കുക, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം. അവിടെ തമ്പുരാൻ കർത്താവിന് വന്നൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് വിട്ടുകൊടുക്കുക, ദൈവത്തിലെങ്കിലേക്ക് നമ്മുടെ ഹൃദയത്തെ സമർപ്പിച്ചു കൊടുക്കുക. നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം, പൂർണ്ണമായിട്ട് ദൈവത്തിലേക്ക് തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ഹൃദയം നൽകാതെ വേറെ എന്തൊക്കെയോ അവിടത്തേക്ക് നൽകാതെ അങ്ങ് സംതൃപ്തനാകില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. ദൈവമേ, അവിടുത്തെ സ്നേഹം ഈ നിമിഷം തന്നെ അങ്ങയുടെ ഹൃദയത്തെ കീഴടക്കട്ടെ. ഞങ്ങൾ അവിടുത്തേതായി മാറട്ടെ. പൂർണ്ണമായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും ഈ നിമിഷത്തിൽ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.